എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നു. ഫലങ്ങളിലൊക്കെ കാണുന്നത് UDF-നാണ് മുൻതൂക്കം. UDF 80 മോളിൽ സീറ്റ് പിടിക്കും എന്നുള്ള രീതിയിലുള്ള സർവേ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സർവേ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? ഈ രീതി തന്നെ ആയിരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം? ഇത് ഒന്നാമത്തെ കാര്യം, എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ഇടവേളയില്ല. അതിപ്പോൾ തെരഞ്ഞെടുപ്പ്, ഇപ്പം അതിനകത്ത് പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർ വരും. അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്തത്, ആ വോട്ട് ചെയ്യാൻ നിങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ഇവർക്ക് സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് ആര് മുഖ്യമന്ത്രി ആകണം എന്നുവരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ പറയുന്ന ഒരു സർവേ എടുക്കുക. ഈ സർവേ ഇവർ സ്വീകരിക്കും. അതൊരു നിശ്ചിത ഇടവേള, ചിലപ്പോൾ ഒരു 10 പേര് കഴിഞ്ഞിട്ട് ഒരാൾ, അല്ലെങ്കിൽ 5 പേര് കഴിഞ്ഞിട്ട് ഒരാൾ, അങ്ങനെ ആയിരിക്കും മിക്കവാറും. സ്ത്രീകൾ ഉള്ളതാണെങ്കിൽ അങ്ങനെ തുടങ്ങി ആ രീതിയിലാണ് ഈ എക്സിറ്റ് പോളിൻ്റെ സർവേ കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇവർ കൊണ്ടുപോയി ഇത് അനലൈസ് ചെയ്തുകൊണ്ട് ഇത് തയ്യാറാക്കി ഒരു റിപ്പോർട്ടാക്കും. അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ചില കൺക്ലൂഷൻസ് വെച്ചിട്ടാണ് ഇവർ പലപ്പോഴും ഇത്ര മുതൽ ഇത്ര സീറ്റ് വരെ എന്ന് പറയുന്ന ഒരു കണക്ക് പൊതുവിൽ ഈ എക്സിറ്റ് പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോളിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എക്സിറ്റ് പോൾ നമുക്ക് വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ മാത്രമേ പറ്റുള്ളൂ. അത് പൂർണ്ണമായി നമുക്ക് വിശ്വാസമെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പാളിയിട്ടുണ്ട്, സീറ്റുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതോടൊപ്പം ഈ കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം നേടാൻ NDAക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും 336 സീറ്റ് എന്ന് പറയുന്ന ചില എക്സിറ്റ് പോൾ പറഞ്ഞിരുന്നത് 400 സീറ്റിന് മുകളിൽ നേടും എന്ന് പറയുന്നു. അങ്ങനെ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ കൃത്യമായ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ട് പോകാൻ ഇവർക്ക് സാധ്യമല്ല. അത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഇത്ര മുതൽ ഇത്ര വരെ സീറ്റുകൾ നമ്മൾ ഇതെല്ലാം പരിശോധിച്ച് നോക്കിയോളൂ. ഇപ്പം നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഇപ്പം ടൈംസ് നൗ എന്ന് പറയുന്ന അത് നടത്തിയ എക്സിറ്റ് പോൾ ഫലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF-ന് 72 മുതൽ 84 വരെ ആണ് സീറ്റ് വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ ഇതെല്ലാം എടുത്ത് നോക്കിക്കോളൂ. അവരുടെ സ്റ്റാർട്ടിങ്ങിൽ പലയിടങ്ങളിൽ ഇപ്പം CNN News 18 നടത്തിയതിനകത്ത് 70 ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന UDF-ന് കൊടുത്തിരിക്കുന്ന ലീസ്റ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 70 എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം ആയിട്ടില്ല. ഇപ്പം മറ്റ് മാട്രിക്സ് നടത്തിയിരിക്കുന്ന എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പോൾ 70 മുതൽ 75 വരെ. അപ്പോൾ അവിടെയും കേവല ഭൂരിപക്ഷം എത്തിയിട്ടില്ല. അപ്പോൾ അല്ല പി മാർക്കിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 71 മുതൽ 79 വരെ. അപ്പോൾ അവിടെയും ഒരു കൃത്യമായി ഒരു ഭൂരിപക്ഷം ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുക, ടൈംസ് നൗ ആണെന്നുണ്ടെങ്കിൽ അവർ 72 പറയുന്നത്. അപ്പം കേവലമായി നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ നിലയിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം നോക്കിക്കോളൂ, 52 മുതൽ 61 വരെ, 68 പറയുന്നവരുണ്ട്, 69 പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 69 എന്ന് പറഞ്ഞാൽ 3 സീറ്റൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കേവല ഭൂരിപക്ഷം കഴിഞ്ഞു, ഭരിക്കാൻ അധികാരത്തിൽ കയറാനുള്ള പാങ്ങായി, അവർക്ക് കിട്ടുന്ന ടോപ്പ് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ ശക്തമായ ഒരു മേധാവിത്വം പുലർത്താൻ UDF-ന് കഴിഞ്ഞിട്ടില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സീറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ എടുത്ത് നോക്കി BJP-ക്ക് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. BJP കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയോ? ഇല്ല. BJP-ക്ക് പല എക്സിറ്റ് പോളുകൾ വന്ന് 3 സീറ്റ് വരെയാണ് കേരളത്തിൽ പ്രവേശിച്ചത്. എന്നിട്ട് എത്രയായി? എവിടെയെങ്കിലും ആകെ ഉണ്ടായിരുന്ന നിയമ സീറ്റ് കൂടി അവർക്ക് നഷ്ടപ്പെട്ടില്ലേ? അപ്പം ഇത് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്കതിനെ വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ PA മുഹമ്മദ് റിയാസിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കൂ. അവിടെ ബേപ്പൂർ മണ്ഡലത്തിൽ PA മുഹമ്മദ് റിയാസ് പരാജയപ്പെടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 80,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വോട്ടുകൾ നേടിക്കൊണ്ട് അവിടെ PA മുഹമ്മദ് റിയാസ് അവിടെ വിജയിച്ച് കയറി. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ TP രാമകൃഷ്ണൻ ഇവിടെ പേരാമ്പ്രയിൽ പരാജയപ്പെടുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതെല്ലാം നമ്മൾ പരിഗണിക്കണം. അപ്പം എവിടെയൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ ഒരു പാളിച്ച ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം അതൊന്നും ഒരു ആധികാരികമല്ല. കാര്യം ഇപ്പം എന്തുകൊണ്ട് ആധികാരികമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അടുക്ക വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പൊതുവെ ഷൈ ആണ്, അല്ലെങ്കിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് ആർക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് എനിക്ക് ആരോടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറങ്ങളും സ്ത്രീകളും അടക്കമുള്ള വൃദ്ധരും അടക്കമുള്ള ആൾക്കാർ പലരും സ്വന്തമായി രാഷ്ട്രീയം വ്യക്തമാക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്ന അതൊരു സ്വകാര്യതയുടെ ഭാഗമായിട്ട് കാണുന്ന എൻ്റെ സമ്മതിദാന അവകാശം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർ സത്യസന്ധമായി മറുപടി പറയണമെന്നുണ്ടോ? ഇതിൻ്റെ ഒരു പോരായ്മയാണ് ഞാൻ പറയുന്നത്. സത്യസന്ധമായി മറുപടി പറയണമെന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിരിക്കില്ല. അപ്പോൾ ആക്യുറസിയുടെ ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇനി നോക്കിക്കോളൂ, ഇതിനകത്ത് 33% ആളുകൾ 33%-ത്തിൽ കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരണമെന്ന് പറയുന്നു. അപ്പം
ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഉള്ളത്? പിന്നെ ഈ പറയുന്ന സീ വോട്ടറിൻ്റെ തന്നെ CEO അദ്ദേഹം ദേശ്മുഖ് തന്നെ ടൈംസ് നൗവിനോട് പിന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഇടതുപക്ഷം ജയിക്കുമെന്നാണ് സീ വോട്ടറിൻ്റെ CEO ആയിട്ടുള്ള ആൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അവരുടെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഫലിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നേരിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത, ഇടതുപക്ഷത്തിനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാർ കൂടുതലും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നു. അതിന് ചില സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇപ്പം കറക്റ്റ് നമ്മൾ പറയാനാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കണക്ക് പറയണമെങ്കിൽ പിന്നെ ഈ പറയുന്ന 4-ാം തീയതി തന്നെ ആവണം. 4-ാം തീയതി കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്താ ഇവിടെ സംഭവിക്കുക, അതിൻ്റെ ഒരു യഥാർത്ഥമായ പിക്ചർ കിട്ടണമെങ്കിൽ 4-ാം തീയതി വോട്ടെണ്ണലൊക്കെ തുടങ്ങി. വോട്ടെണ്ണലൊക്കെ ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉച്ചയോട് കൂടിയൊക്കെ നമുക്ക് വോട്ടെണ്ണലിൻ്റെ ഒരു കണക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഫൈനലായിട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ, മാക്സിമം എത്ര വരുമെന്നുള്ളത്. ഇതുവരെയുള്ള ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുകമറ മാത്രമാണ്. ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അവർ ഈ എക്സിറ്റ് പോൾ ഫലത്തെ അംഗീകരിക്കുന്നുണ്ടെന്നോ തള്ളിക്കളയുന്നുണ്ടെന്നോ ഒന്നും അവർ പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഒരു പക്ഷേ അവർക്ക് ഇപ്പം നിലവിൽ അവരുടെ ചിന്താഗതി ഇതിലൊന്നും അല്ല നിൽക്കുന്നത്. കാര്യം അവരിപ്പോഴേ ഉറപ്പിച്ചിരിക്കുക. കാര്യം അവരുദ്ദേശിച്ച സീറ്റ് നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം VD സതീശൻ ഉദ്ദേശിച്ച സീറ്റ് നമ്മൾ എവിടെ പരിശോധിച്ച് നോക്കിക്കോളൂ, അവർക്ക് എവിടെയും VD സതീശൻ പറഞ്ഞ ഒരു വോട്ടിംഗ് നിലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മാതൃഭൂമിയിൽ വന്നൊരു കാർട്ടൂൺ വളരെ രസകരമായിരുന്നു. 90 വരെയാണ് പരമാവധി പറഞ്ഞിരിക്കുന്ന ഒരു സീറ്റ്. ആക്സിസ് മൈ ഇന്ത്യയാണ് ആ 90 സീറ്റ് UDF നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 90 സീറ്റ് ആക്സിസ് മൈ ഇന്ത്യ നൽകുന്ന സമയത്ത് അവിടെയും UDF പറഞ്ഞത് 100-ലധികം സീറ്റ് എന്നാണ് UDF അവകാശപ്പെടുന്നത്. അപ്പോൾ അവരുടെ അവകാശവാദത്തിനൊപ്പം എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു കാർട്ടൂണിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, കാർട്ടൂൺ നമുക്ക് എക്സിറ്റ് അവർക്ക് വനവാസം അല്ലേ? അപ്പോൾ നമുക്ക് എക്സിറ്റും അവർക്ക് വനവാസവും എന്നാണ് പറഞ്ഞത്. സത്യമാണ്. കാര്യം 100 സീറ്റിലേക്ക് ആരും പറഞ്ഞിട്ടില്ല. അവർ കൊടുത്തിരിക്കുന്ന 84. അപ്പം ഒരാൾ UDF തന്നെ ടൈംസ് നൗ കൊടുത്തിരിക്കുന്ന പരമാവധി സീറ്റ് 84ആണ്. NDTV കൊടുത്തിരിക്കുന്ന 85ആണ്. ആക്സിസ് മൈ ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ 90ആണ് കൊടുത്തിരിക്കുന്നത്. ടുഡേയ്സ് ചാണക്യ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് 80ആണ്. CNN ന്യൂസ് 18 കൊടുത്തിരിക്കുന്നത് 80ആണ്. PMark നൽകിയിരിക്കുന്നത് 79ആണ്. മാട്രിക്സിൻ്റെ 75ആണ്. പീപ്പിൾസ് പൾസ് കൊടുത്തിരിക്കുന്നത് 85ആണ്. അപ്പം പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ആ ഒരു പിന്നെ ഇവർ പറയുന്ന 100-ലേക്ക് എത്തുക? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ ഒരു സംഭവമേ ഇല്ലായിരുന്നു. അപ്പോൾ അതാണ് UDF ഒന്നും പറയാൻ പറ്റുന്ന കാര്യം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഇതിനകത്ത് ഈ സർവേയിൽ 100-ലധികം സീറ്റിന് മുകളിലേക്ക് പോകണമായിരുന്നു. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് അവർ പിന്നെ എക്സിറ്റ് പോൾ 120 സീറ്റിന് മേലെയായിരുന്നു. 120 സീറ്റ് വരെ പിന്നെ ഇതിനകത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം UDFും അംഗീകരിച്ച് തന്നേ മതിയാവും. ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമ്മൾ നോക്കിക്കോളൂ, 10-20 സീറ്റിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. ഇനിയും ഈ പറയുന്ന പോലെ പലയിടങ്ങളിലും അവർ കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ സീറ്റിൽ പിന്നെ വിജയിക്കില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ പിന്നെ എങ്ങനെയാണ് പല സർവേയിൽ നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെങ്ങും ഒരുപാട് സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കോളൂ, BJP പിടിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ എക്സിറ്റ് പോളിനകത്ത് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പലയിടങ്ങളിലും 3 മുതൽ 7 വരെ പരമാവധി വരുന്നത് 7 സീറ്റുകളാണ്. അതിൽ 3 മുതൽ 7 വരെ 2 പേര് സർവേ നടത്തിയിട്ടുണ്ട്. ചില 3 വരെയുള്ള സീറ്റുകൾ ഏകദേശം 3 പേര് സർവേ നടത്തിയിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് 2 പേര് സർവേ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ 3 മുതൽ 7 വരെ സീറ്റുകൾ എവിടെയൊക്കെയാണ് BJPക്ക് നേടാൻ സാധ്യതയുള്ളത്? പലയിടങ്ങളിലും വോട്ട് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ BJP കഴിയും. പക്ഷേ 7 സീറ്റിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഏത് മണ്ഡലങ്ങളിലാണ് 7 സീറ്റ്? ഇപ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ജയിച്ച് കയറിയേക്കാം. മറ്റൊന്ന് കണ്ണടച്ച് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും ചില സംശയങ്ങളിലോട് നിൽക്കുന്ന ഒന്ന് നിയമമാണ്. ഈ 2 മണ്ഡലത്തിനപ്പുറത്തേക്ക് എവിടെയാണ് NDA മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്നത്? കുന്നത്താട് പറ്റുമോ? പറ്റില്ല. തൃപ്പൂണിത്തുറ പറ്റുമോ? തൃപ്പൂണിത്തുറ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ തൃപ്പൂണിത്തുറ വിജയിക്കാൻ കഴിയുമായിരുന്നു. ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുണ്ടായ ഒരു എതിർവികാരമുണ്ട്. അതായത് ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് ആ തൃപ്പൂണിത്തുറ മണ്ഡലം പിടിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ അല്ലെങ്കിൽ NDAയുടെ മണ്ടത്തരം. അപ്പോൾ ഇങ്ങനെ വരുന്ന പല ഭാഗങ്ങളിലും എവിടെയെന്ന് ഇവർക്ക് നേടാൻ കഴിയും? ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് കൊണ്ട് പറഞ്ഞാൽ മഞ്ചേശ്വരത്ത് അവർക്ക് പ്രതീക്ഷയുണ്ടെന്ന് വെക്കാം. കെ സുരേന്ദ്രൻ ഇത്തവണ ജയിക്കും എന്ന് പറയുന്ന മഞ്ചേശ്വരത്ത് പ്രതീക്ഷ വെക്കാം. ബാക്കി ഈ പറയുന്ന 2-3 സീറ്റുകളല്ലാതെ ഈ പറഞ്ഞ 7 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എങ്ങനെ BJP എത്തും?
ഏഴിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ 7 പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുണ്ടാവണം. അവർ വേണമെങ്കിൽ കാട്ടാക്കട പറയുമായിരിക്കും. അത് IB സതീഷിൻ്റെ സീറ്റാണ്. അവിടെ പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു അവിടെ കൃഷ്ണദാസിന് അവിടെ വലിയ പ്രാധാന്യം കിട്ടണമെന്നില്ല. അവിടെ IB സതീഷ് തന്നെ ജയിക്കും. തിരുവനന്തപുരത്ത് അവർ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് എത്ര വലിയ മാറ്റം സംഭവിച്ചാലും അവിടുത്തെ ഒരു പകുതി 7 സീറ്റെങ്കിലും ഈ പറയുന്ന UDF പിടിച്ചെടുത്തേ പറ്റൂ. ആ 7 സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഈ സത്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസിനില്ല, UDFനില്ല. പിന്നെ പലയിടങ്ങളിലും BJP ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന് പിന്നെ ഈ പറയുന്ന കരുനാഗപ്പള്ളി വേണമെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഷുവർ സീറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്നത് കരുനാഗപ്പള്ളിയാണ്. പിന്നെ UDFനെ സംബന്ധിച്ച്. പിന്നെ ഒന്ന് കുണ്ടറ, PC വിഷ്ണുനാഥ് മത്സരിക്കുന്നു. കൊല്ലം പോലും പറയാൻ പറ്റില്ല. കൊല്ലം അവർക്ക് എങ്ങനെ കൊല്ലം പറയാൻ പറ്റും? ബിന്ദു കൃഷ്ണ ഇപ്പോഴും പറയുന്നുണ്ട് RSP അവിടെ വോട്ട് മറിച്ചിട്ടുണ്ടെന്ന്. ചവറ അവർക്ക് പറയാം. അപ്പോൾ ഈ 3 സീറ്റുകളാണ് ശരിക്കും ഷുവർ സീറ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ശരിക്കും അവരുടെ കയ്യിലുള്ളത്. അതായത് UDFന് പറയാൻ പറ്റുന്നത്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴോ ഇത് തന്നെയല്ലേ കാര്യം. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവകാശപ്പെടാം. അമ്പലപ്പുഴ വേണമെങ്കിൽ അവർക്ക് പറയാം. അരൂർ വേണമെങ്കിൽ ഒന്നുകൂടി അവർക്ക് പറയാം. അല്ല, ഹരിപ്പാട് പറയാം. ഹരിപ്പാട് ഷുവറാണ്. ഈ പറയുന്ന 3 എണ്ണേ അവർക്ക് കിട്ടുള്ളൂ. മാവേലിക്കരൊന്നും കിട്ടില്ല. കായംകുളത്തും നമുക്ക് അത്ര വലിയ ഉറപ്പ് പിന്നെ ലിജുവിന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അവസാന ലാപ്പിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലിജുവിന് സാധ്യത വരുന്നത്. ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന LDFന് മുൻതൂക്കത്തോടു കൂടി തന്നെയാണ് പല ജില്ലകളും നിൽക്കുന്നത്. അല്ലെ, ഈ G സുധാകരൻ്റെ കേസ് ചിലപ്പോൾ അവിടെ ഉറപ്പില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം. കാര്യം G സുധാകരൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാർട്ടി വോട്ടുകൾ പലതും മറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ G സുധാകരന് സാധ്യതയുണ്ടാവും. അല്ലാതെ വേറെ പിന്നെ സാധ്യതകളൊന്നുമില്ല. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ടയാണെങ്കിലും അത് തന്നെ അവസ്ഥ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പിന്നെ കോട്ടയം അവർക്ക് പ്രാധാന്യമുള്ള മേഖലയാണ്. കോട്ടയം, എറണാകുളം UDFന് പ്രാധാന്യമുള്ള മേഖലയാണ്. അവിടെ കളമശ്ശേരി പോവുമായിരിക്കും. കളമശ്ശേരി എന്തായാലും LDFന് കിട്ടില്ല. അപ്പം കളമശ്ശേരി കിട്ടും. കൊച്ചി, ബാക്കി മണ്ഡലങ്ങളെല്ലാം അവരുടെ കയ്യിലില്ലേ. മലപ്പുറം അവരുടെ കയ്യിലാണ്. കോഴിക്കോട് ഇടതിന് മുൻതൂക്കമുള്ള ജില്ലയാണ്. അപ്പം ഇങ്ങനെ പല ജില്ലകളിൽ പാലക്കാട് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ജില്ലയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ തൃത്താല ഇത്തവണ സംശയത്തോടു കൂടി നോക്കുന്നതാണ്. VT ബൽറാം വിജയിക്കാൻ സാധ്യത പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോഴും ചില മാറ്റങ്ങൾ വന്നാലും കൂടി വന്നാലും ഒരു 10 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഇത്തവണ, കഴിഞ്ഞ തവണ ഒരു 40 സീറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു 50 അല്ലെങ്കിൽ 60 സീറ്റ് വരെ പരമാവധി ഇത്തവണ UDFന് പിടിക്കാൻ കഴിയുമായിരിക്കും. അല്ലാതെ അതിൽ അത്ര കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടി വന്നു കഴിഞ്ഞാലും ഒരു 60 മുതൽ അല്ലെങ്കിൽ 40 മുതൽ ഒരു 60, 65 പരമാവധി 70-ൽ താഴെ സീറ്റുകൾ, അത്ര സീറ്റുകൾ മാത്രമേ ഇത്തവണ ഒരു ഏകദേശം ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്രയൊക്കെ മാത്രമേ UDFന് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നില്ലല്ലോ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അന്തിമ ഫലം വരുമ്പോൾ മാത്രമേ ശരിക്കും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്.